കൊടുക്കട്ടെ. ഉസ്താദ് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ എപ്പോഴും വുദൂഇലായിക്കട്ടോ, എപ്പോഴും വുദൂഇലായിക്കട്ടോ. അന്ന് ഉസ്താദ് പറഞ്ഞൊരു കാര്യമാണ്, കുറേ മുമ്പ് അറിഞ്ഞില്ല, തുടങ്ങിയ ടൈമിൽ ശൈഖുന പറഞ്ഞൊരു കാര്യം, വുദൂഇലാണ്. പല എതിർപ്പുണ്ടാവും, പല ഷെറുണ്ടാവും, പല ബുദ്ധിമുട്ടുണ്ടാവും, സ്വന്തത്തൊന്നും മറ്റൊടത്തൊന്നും ഒക്കെ പ്രയാസങ്ങൾ നമുക്ക് ഉണ്ടാവും. പക്ഷെ വുദൂഇലായിട്ട് നിന്നോണ്ടി, വുദൂഇലായിട്ട് നിന്നാൽ അൽഹംദുലില്ലാഹ് ഒരു കുട്ടിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വുദൂ ഉണ്ടാവണം, കണ്ണീർ തട്ടൂല, സിഹ്ർ തട്ടൂല, ഒരുവിധം തട്ടാതൊക്കെ തട്ടിപ്പോയിക്കൊള്ളും. കാരണം വുദൂ ഉണ്ടായാൽ എല്ലാത്തിന്റെ രക്ഷയാണ്, വുദൂ ഉണ്ടായാൽ എല്ലാത്തിന്റെ രക്ഷയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വുദൂഇന്റെ ശ്രേഷ്ഠത എത്ര! അപ്പൊ ഇന്ന് കിടന്നുറങ്ങുമ്പോ, നമ്മളിപ്പോൾ ഉറങ്ങിയിട്ടില്ല കേട്ടോ, ഉറക്കം നിൽക്കാണ്. ഉറങ്ങുമ്പല്ല ദിക്ർ വേറെ ഉണ്ട്, ഉറങ്ങുമ്പല്ല ദിക്ർ വേറെ ഉണ്ട്. ഇതിപ്പോ ഉറങ്ങാൻ നിൽക്കണുള്ളൂ, ഇതിപ്പോ ഉറങ്ങാൻ നിൽക്കണുള്ളൂ. ആർക്കൊണ്ട് ശുദ്ധിയും ആർക്കൊണ്ട് ശുദ്ധി അവരെ റബ്ബിന് സ്നേഹമാ എന്നുള്ളതോ ഖുർആൻ ശരീഫിൽ വ്യക്തമാ. ശ്രദ്ധിക്കണം, എഴുതി വെക്കണം, ശ്രദ്ധിക്കണം, എഴുതി വെക്കണം. ഉറക്കരുണ്ടോ? ഉറക്കരുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ്, എല്ലാരും ഒന്ന് എഴുന്നേറ്റ് ഇരുന്നാണ്. കുറെ നേരായില്ലേ? ഒന്ന് എഴുന്നേറ്റൊന്ന് അവിടെ തന്നെ ഇരുന്നാണ് എല്ലാവരും. ഞാൻ എഴുന്നേക്കാം, പ്രശ്നമാക്കണ്ട. മൂലര് ഇങ്ങനെ ഇരുന്നാണ്ട് നമ്മളെ എണീപ്പിക്കാൻ വേണ്ട, ഞാൻ അത് എഴുന്നേക്കാം. ഒന്ന് എഴുന്നേറ്റ് ഇരുന്നാണ്. എന്നിട്ട് പോലിട്ടോ, എഴുന്നേറ്റ് ഇരുന്നോളി. എഴുന്നേറ്റോ അതോ എന്നെ പൊട്ടീസാക്കണോ? ഒന്ന് എഴുന്നേറ്റിരിക്കും, ഒന്ന് റാത്തുണ്ടാവും, ഒന്ന് റാത്തുണ്ടാവും. ആ ഉറക്കൊക്കെ ഒന്ന് പോയി കിട്ടിക്കോളും. ഒന്ന് എഴുന്നേറ്റിരിക്കും, എഴുന്നേറ്റ് ഓടല്ലേ, എന്നിട്ട് ഇരുന്നാ മതി. ഇഞ്ഞിരുന്നോളി. അല്ലാഹു അലം എണീറ്റിക്കണോന്നൊക്കെ ആയിക്കോട്ടെ, നമ്മള് എഴുന്നേക്കാന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാഹു അലം. പക്ഷെ നിങ്ങള് പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് പിന്നെ ഒറ്റട്ടം പറഞ്ഞാൽ മതി. നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരാണ്. സമയം കുറവാ, ശ്രദ്ധിക്കണേ. ഉസ്താദ് ഓരോ പോയിന്റ് ഇങ്ങനെ പറഞ്ഞു പോകണം. വുദൂ എടുത്താലേ ശ്രേഷ്ഠത ഓരോ പോയിന്റ് ഇങ്ങനെ പറഞ്ഞു പോകണം കേട്ടോ. ആർക്കൊണ്ട് ശുദ്ധിയും അവരെ റബ്ബിന് സ്നേഹമാ എന്നുള്ളതോ ഖുർആൻ ശരീഫിൽ വ്യക്തമാ. എപ്പോഴും ശുദ്ധിയോടെ നടക്കണം. അത് വുദൂവിന്റെ വിഷയത്തിൽ നിന്ന് മാത്രമല്ല, നല്ല കുളിച്ച് നല്ല ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ധരിക്കണം. എപ്പോഴും ഫ്രഷ് ആയിട്ട് പോകണം, എപ്പോഴും നല്ല ഡ്രസ്സ് ധരിക്കുക, നല്ല വസ്ത്രം ധരിക്കുക. എങ്ങോട്ടെങ്കിലും കല്യാണത്തിന് പോകുമ്പോൾ മാത്രം മാറ്റുക, അല്ലെങ്കിൽ സൽക്കാരത്തിന് പോകുമ്പോൾ, നോമ്പുറക്ക് പോകുമ്പോൾ മാത്രം. അങ്ങനെയാണ്. പുറത്തേക്ക് പോകുമ്പോൾ അത് വീട്ടിലൊക്കെ നല്ല ക്ലീൻ ആയിട്ട് നടക്കണം. എപ്പോഴും നമ്മൾ നല്ല ശുദ്ധിയായിട്ട്, അള്ള തന്നതല്ലേ, പിന്നെന്താ, നല്ല വസ്ത്രം ധരിച്ച്, നല്ല ചെരുപ്പ് ധരിച്ച്. ബാത്റൂമിലൊക്കെ പോകുമ്പോൾ പടച്ചോനെ പറയാതിരിക്കാൻ നല്ലത്. ബാത്റൂമിൽ പോകുമ്പോൾ എല്ലാം മര്യാദ ഉണ്ട്, പറയുമ്പോ പറയാം. ബാത്റൂമത്തെ ചെരുപ്പ് നല്ല ചെരുപ്പാണോ?